വടക്കേ മലബാറിലെ ഹൗസ് ബോട്ട് വിനോദസഞ്ചാര മേഖല വെല്ലുവിളിയിൽ. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ യാർഡും തദ്ദേശീയരായ ജീവനക്കാരുടെ കുറവുമാണ് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. ഏറെ പ്രതീക്ഷകളോടെ ബോട്ടിറക്കിയ സംരംഭകർ വിവിധ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച് നിരാശരായിരിക്കുകയാണ്. ടൂറിസത്തിന് അനന്ത സാധ്യതകൾ നൽകുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. പക്ഷേ ഇപ്പോഴും ചില പ്രശ്നങ്ങൾ, ടൂറിസം മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടപ്പുറം ബോട്ട് ടെർമിനലിലാണ് ഉള്ളത്. ഈ ബോട്ട് വ്യവസായവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെന്നാണ് ഉടമകൾ തന്നെ വ്യക്തമാക്കുന്നത്. അവരോട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാം. എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഈ ബോട്ട് വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾ? വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഒരു ഹൗസ് ബോട്ട് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ കോട്ടപ്പുറം ടെർമിനലിൽ ഉൾപ്പെടുന്ന ഈ ഒരു ലൊക്കാലിറ്റി. തദ്ദേശീയരും അതോടൊപ്പം പഴയകാല പ്രവാസികളൊക്കെ കൂടിയാണ് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു ഹൗസ് ബോട്ട് ഓപ്പറേഷൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ സാധാരണ രീതിയിൽ വർഷം തോറും നമ്മൾ ഈ ബോട്ട് യാർഡിലേക്ക് നമ്മളെ കയറ്റുന്ന ഒരു സംവിധാനമുണ്ട്. കാരണം സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ നമ്മളെ ഒരു 3 വർഷത്തേക്ക് ഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം 3 വർഷത്തേക്കും കൂടി ചെയ്യാനുണ്ട്. പക്ഷേ ഇത് ചെയ്യേണ്ട സംവിധാനം കാസർഗോഡ് ജില്ലയിലില്ല. മുമ്പാണെങ്കിൽ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ പടന്ന പഞ്ചായത്തിൽ ഓരി എന്ന പ്രദേശം ഉണ്ടായിരുന്നെങ്കിലും ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുഖാന്തരം അത് നിർന്നു പോയിട്ടുള്ളത്. അതിന് മെയിൻ്റനൻസ് വർക്ക് നടത്തണമെങ്കിൽ കണ്ണൂരുള്ള അഴീക്കൽ പോർട്ടിനടുത്തുള്ള ആ ഒരു യാർഡിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് സ്ഥിതി വന്നിട്ടുള്ളത്. അതിപ്പോൾ കടൽ മാർഗമല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം നമ്മളിപ്പോൾ മിക്ക ബോട്ടുകളിലെയും നമ്മൾ ലൈസൻസ് ഓണർമാർ, ലാസ്കർ, അതോടൊപ്പം തന്നെ സ്രാങ്ക്, ഡ്രൈവർ ഉൾപ്പെടെയുള്ള അവരുടെ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, അവർക്ക് പുതിയ ട്രെയിനിങ് കൊടുക്കുന്ന സംവിധാനങ്ങൾ, അതൊന്നും വടക്കേ മലബാറിലില്ല. തദ്ദേശീയമായിട്ടുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സംരംഭം കൂടിയാണല്ലോ ഇത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സർക്കാരിന്റെ മുമ്പിലേക്ക് വെക്കുന്നത്? ഏറ്റവും കൂടുതൽ നല്ല രീതിയിലാണ് നമ്മൾ ബോട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് നമ്മുടെ കടലിലൂടെ ഫിഷിംഗ് ബോട്ടുകൾ. അപ്പോൾ ഈ മേഖലകളിൽ ഏകദേശം 1000-ഓളം ഫിഷിംഗ് ബോട്ട് ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അവർക്കൊരു സർക്കാരിൻ്റെ ഒരു MMD എന്ന് പറഞ്ഞ ലൈസൻസ് ഉണ്ട്. അപ്പോൾ ആ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് ട്രെയിനിങ് പീരീഡ് കൊടുത്ത് അവർക്ക് നമ്മൾ ഈ ഒരു പുഴയിലൂടെ നമുക്ക് നല്ല രീതിയിൽ അവർക്ക് ഹൗസ് ബോട്ട് ഓടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മളെന്താക്കണം, ഇതുപോലെയുള്ള ട്രെയിനീസിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ് ഏറ്റവും വലിയ അത്യാവശ്യമായി നമ്മൾ ഈ ഒരു ബോട്ട് സംവിധാനം, ഈ ഒരു സംരംഭം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹം. നിലവിൽ ഈ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ലാഭകരമായി തന്നെയാണ് പോകുന്നത്. വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ടോ? അല്ല, ഇന്നിപ്പോൾ നമ്മൾ ഏകദേശം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 65-70% നമ്മളെ എക്സ്പെൻസ് നമുക്ക് വരുന്നത് ഒരു ബോട്ടിൽ യാത്രയിൽ. പക്ഷേ വളരെ രാവിലെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, അതോടൊപ്പം നമ്മളൊരു ടീ സ്നാക്സ്, ഉച്ചയ്ക്ക് നമ്മളെ ലഞ്ച്, പിന്നെ വൈകിട്ട് ഒരു ടീ സ്നാക്സ്, രാത്രി ഡിന്നർ ആണെങ്കിൽ ഡിന്നർ ക്രൂയിസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഓവർനൈറ്റ് ക്രൂയിസ് ഉണ്ട്, 24 ക്രൂയിസ് ഉണ്ട്. വ്യത്യസ്തമാർന്ന രീതികളിലുള്ള താരിഫും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇവിടെ ഗസ്റ്റ് എങ്ങനെ വരും, ഗസ്റ്റിനെ വരുത്തേണ്ട രീതിയിലുള്ള സംവിധാനം ഉണ്ടായാൽ കൂടുതൽ പ്രൊമോഷൻ BRDCയും DTPCയും കൊടുത്തു കഴിഞ്ഞാൽ ഈ കോട്ടപ്പുറം രാജ്യാന്തര നിലവാരത്തിലേക്കുള്ള ടെർമിനലും അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശം ആകെ ഒരു വികസിതമായ രീതിയിൽ മുന്നോട്ട് പോകും. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അടക്കം കൂടുതലായി ഇവിടെ നൽകുകയാണെങ്കിൽ വിദേശീയരായിട്ടുള്ള ടൂറിസ്റ്റുകളും ഇവിടെ എത്തിച്ചേരും. അങ്ങനെ ഈ തദ്ദേശീയമായിട്ടുള്ള സ്ഥലത്ത് വലിയ രീതിയിലുള്ള വികസനം സാധ്യമാകുമെന്നാണ് ഇവർ പറയുന്നത്. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. ആധാർ കാർഡും വോട്ടർ ID കാർഡും